കൊല്ലം പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ എഴുവത്തൂർ വഴങ്ങോട് പ്രദേശവാസികൾ കാട്ടാന ശല്യത്താൽ ജനിച്ച നാടും വീടും ഉപേക്ഷിച്ചു പോകേണ്ട ഗതികേടിലാണ്. ഒരു കാലത്ത് ജനങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന പ്രദേശത്ത് ശേഷിക്കുന്നത് 10-ൽ താഴെ കുടുംബങ്ങളാണ്. തുടർച്ചയായുള്ള വന്യമൃഗശല്യം കാരണം മറ്റുള്ളവരും മറ്റെവിടെയെങ്കിലും താമസം മാറ്റാനുള്ള ശ്രമത്തിലാണ്. ഒരു കാലത്ത് നിരവധി കുടുംബങ്ങൾ താമസിച്ചിരുന്ന പ്രദേശമാണിത്. എന്നാൽ നിരന്തരമായ വന്യമൃഗശല്യം കാരണം നിരവധി പേരാണ് സ്ഥലം വിട്ടുപോകുന്നത്. കൃഷി മുഖ്യ ഉപജീവന മാർഗമാക്കിയവരാണ് ഇവിടുള്ളത്. കാട്ടാനയടക്കമുള്ള വന്യമൃഗങ്ങൾ പതിവായി കൃഷി നശിപ്പിച്ചതോടെ ജീവനോപാധി നിലച്ചു. കർഷകർ തങ്ങളാലാകും വിധം പ്രതിരോധം തീർത്തും കാവലിരുന്നും നട്ടുനനച്ചുണ്ടാക്കിയതെല്ലാം രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കൂട്ടമായെത്തുന്ന കാട്ടാനകൾ നശിപ്പിക്കുകയാണ്. ഈ പ്ലാവ് നമ്മൾ നട്ടു വളർത്തിയ പ്ലാവ് മുറിച്ച് കളയാൻ പ്ലാൻ ഇടുക. ഈ ആനയുടെ ശല്യം കാണാൻ നമുക്ക് പേടിച്ചിട്ട് പ്ലാവ് മുറിച്ച് കളയാൻ നോക്കുക. അല്ലാതെ ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ ജനങ്ങൾ വരുന്നതാണ്. ജനങ്ങൾ ഒരു കാരണവശാലും ഇവിടെ ജീവിക്കാൻ വയ്യാത്തൊരു കണ്ടീഷനാണ്. രാത്രി വരുന്നവരുണ്ട്. ആന സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ കാട് വളർന്ന് കിടക്കുന്നതാണ്. റോഡ് ഒരു നിവൃത്തിയില്ല. ആന നിന്നാൽ കാണാത്ത പോലും ഇല്ല. ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് ഇറങ്ങി കാട് വെട്ടുപോകാം ഇപ്പോൾ 2 ദിവസം കൊണ്ട് റോഡ് സൈഡിൽ. അല്ലാതെ ഒരു നിവൃത്തിയില്ല. ഫോറസ്റ്റുകാരോട് പറഞ്ഞ് നമ്മൾ കുഴഞ്ഞു. പഞ്ചായത്തിൽ പറഞ്ഞിട്ട് ഒരു ദിവസം വന്ന് പണിത് പിന്നെ വന്നിട്ടില്ല. അങ്ങനെ വലിയ നാശമായിട്ട് നമുക്ക് ഇവിടെ ഇരിക്കുക, ജീവിക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ. ഇല്ലെങ്കിൽ ഫോറസ്റ്റുകാരോ ഈ സർക്കാരോ നമ്മളെ ഇവിടുന്ന് ഇറക്കി വിടാനാണ് നമ്മൾ തയ്യാറാണ്. നമ്മുടെ നഷ്ടപരിഹാരം നിന്ന് നമ്മളെ ഇവിടുന്ന് ഇറക്കി വിട്ടോട്ട് നമ്മൾ പോകാൻ റെഡിയാണ്. കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നതിനൊപ്പം വീടുകൾക്ക് സമീപം വരെ കാട്ടാനകൾ എത്തുന്നു. ജീവനും സ്വത്തിനും സുരക്ഷയില്ലാത്ത സാഹചര്യത്തിൽ വീടും സ്ഥലങ്ങളും ഉപേക്ഷിച്ച് മറ്റു പ്രദേശങ്ങളിലേക്ക് താമസം മാറ്റുകയല്ലാതെ മാർഗമില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഞങ്ങൾ ഈ പ്ലാവ് കുലുക്കിയിട്ടോ ആ ചക്ക മൊത്തം താഴെ വീണു. ഞങ്ങളുടെ പ്ലാവ് കുലുക്കേണ്ട മേടിൽ ചക്ക വേണ്ട താഴെയുള്ള ചക്ക പറിച്ചിട്ടു. തെങ്ങ് മൂടെ വിരുത് കാണുന്നു. അല്ലാതെ ഒരു 10-20 തേങ്ങ ഉണ്ടായിരുന്നു. കമുങ്ങും പോയി, അടുത്തുള്ളവരുടെ വാഴയും പോയി, ചീനയും പോയി, എല്ലാം പോയി. ജീവിക്കാൻ ഒരു നിർഭാഗമില്ല. ജനസംഖ്യ കുറഞ്ഞു വരുന്ന ഈ ഗ്രാമത്തിൽ ശേഷിക്കുന്ന കുടുംബങ്ങൾ ഓരോ ദിവസവും ആശങ്കയോടെയാണ് കഴിയുന്നത്. കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും പ്രദേശത്ത് ഫലപ്രദമായ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും നാട്ടുകാർ അധികൃതരോട് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. എന്നാൽ ഫലപ്രദമായ പ്രതിരോധമൊരുക്കാൻ വനം വകുപ്പിനും ജനപ്രതിനിധികൾക്കും കഴിഞ്ഞില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഈ വയലിൻ്റെ അക്കരെ ഇക്കരയായിട്ട് 10-50 കുടിക്കാരുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ ആനയുടെ ശല്യവും കൃഷി ചെയ്യാൻ പറ്റാത്ത ശല്യവും ഒക്കെ കൊണ്ട് അവർ ഒക്കെ കളഞ്ഞിട്ട് പോയവരുമുണ്ട്, വിറ്റിട്ട് പോയവരുമുണ്ട്. ജനപ്രതിനിധിയൊക്കെ ഞങ്ങളെ കാണുകയും അറിയുകയും ചെയ്യണം. ഞങ്ങളെ ദുരിതങ്ങളെല്ലാം നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യണം. ഞങ്ങൾ എന്താ ചെയ്യും? ഈ ആന ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഈ ആനയെ ഇവിടുന്ന് മാറ്റി തരാനെ കൊണ്ട് അവിടുന്ന് പിന്നെ ഈ ഗവൺമെന്റ് ഞങ്ങൾക്ക് ഇവിടുന്ന് ആനയെ മാറ്റി തരാനുള്ള ഇതുണ്ടാക്കണം. നടപടി എടുക്കണം. എങ്കിലേ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ വെക്കും. ഞങ്ങൾ പച്ചരിക്ക് വേണ്ടി ഇവിടെ വന്ന് കിടക്കുന്നവരാ. യാതൊരു നിവൃത്തിയില്ല ഞങ്ങൾക്ക്. ഇത് കണ്ടല്ലോ. വേറൊരു സ്ഥലത്തേക്ക് പോകാൻ മാർഗമില്ലാത്തവരാണ് വന്യമൃഗങ്ങളെ ഭയന്ന് പ്രദേശത്ത് തുടരുന്നത്. അതും ഏതു നിമിഷവും കാട്ടാനാക്രമണം മുന്നിൽ കണ്ട്. പ്രദേശത്തെ ദുരിതത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.